തുടർന്ന് PYPA യൂത്ത് മീറ്റിംഗ് നമുക്ക് കണ്ടക്ട് ചെയ്യുകയും ചെയ്യാം. ഈ പിതാവേ, അടിയങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഈ പകൽ സമയം തുടർന്ന് കർത്താവിന്റെ തിരുവചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണം. അത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും ആത്മീയമാകുന്ന പുരോഗതിക്കും അത് കാരണമാക്കി ദൈവം തീർക്കണം. അവിടുത്തെ പുത്രനെ ഞങ്ങളിൽ ഉയർത്തേണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അപ്പോസ്തലനാകുന്ന പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 23 മുതൽ 4-ാം അധ്യായം 7 വരെയുള്ളതാകുന്ന വേദഭാഗമാണ് ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 beginning with verse 23 through to chapter 4 and verse 7. എന്നാൽ സമയത്തിന്റെ പരിമിതി നിമിത്തം അതിലെ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വാക്യങ്ങൾ മാത്രം വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിന്റെ 3-ന്റെ 25 മുതൽ 29 വരെയും 4-ന്റെ 4 മുതൽ 7 വരെയും ഒന്ന് വായിക്കാം. 3-ന്റെ 25 മുതൽ 29 വരെയും, ചാപ്റ്റർ 3 വേഴ്സസ് 25 to 29 and chapter 4 verses 4 to verse 7. Yes. Yes. Amen. Yes. അതുപോലെ നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്. അവൻ ന്യായപ്രമാണത്തിൽ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാകുകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വർഗ്ഗത്തിന്റെ ആത്മാവിനെ അങ്ങനെ നീ ഈ ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവവിധത്താൽ അവകാശിയുമാവും. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഈ വേദഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് ചിന്തിപ്പാൻ നമുക്ക് ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പൗലോസ്ലീഹ ഈ അധ്യായങ്ങളിൽ വിശദീകരിച്ച ഭാഗങ്ങൾ നമ്മൾ ചുരുക്കമായി ചിന്തിച്ചു. ദൈവം അബ്രഹാമിന് ഒരു വാഗ്ദത്തം കൊടുത്തു. അവനിൽ കൂടെ ഭൂമിയിലെ സകല കുടുംബങ്ങളും സകല ജാതികളും, all nations will be blessed through him, through his posterity, through his seed. ആ പ്രത്യേകമാകുന്ന വാഗ്ദത്തം മോശയുടെ ന്യായപ്രമാണം വന്നപ്പോൾ അതിനെ നീക്കുകയോ അല്ലെങ്കിൽ അതിനെ ബലഹീനമാക്കുകയോ ചെയ്യാതെ അതിനെ ഉറപ്പിക്കുകയും ആ വാഗ്ദത്തം ഏറ്റവും ആവശ്യമുള്ളതാക്കുകയും ചെയ്തു എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. ഈ വാഗ്ദത്തം യേശു കർത്താവിലാണ് നിവർത്തിക്കപ്പെട്ടത് എന്ന കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. അങ്ങനെ ക്രിസ്തുവിലാകുന്ന സകലർക്കും അബ്രഹാമിലൂടെയുള്ള അനുഗ്രഹങ്ങൾ ദൈവം കൃപയാൽ സൗജന്യമായി വിശ്വാസത്താൽ ദാനമായി തരുന്നു. അങ്ങനെ ഞാൻ പറയുമ്പോൾ ഇസ്രയേൽ, വംശീയ ഇസ്രയേലിന് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതാകുന്ന കാര്യങ്ങൾ അവർക്ക് നൽകിയില്ലെന്നോ അല്ലെങ്കിൽ അത് മുഴുവനും ഇല്ലാതായെന്നോ എന്നുള്ള അർത്ഥമല്ല. അതിന് ലിമിറ്റുണ്ട്. എന്നാൽ അതിലുപരിയായി നിലനിൽക്കുന്ന വ്യക്തമാകുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് ക്രിസ്തുവിൽ ദൈവമക്കൾ അനുഭവിക്കുന്നത്. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ പോലും എല്ലാവരും ഇസ്രയേലരല്ലെന്നും എല്ലാവരും അബ്രഹാമിന്റെ മക്കളായി തീർന്നതുകൊണ്ട് അവകാശികളായെന്നോ ഒന്നും ദൈവവചനം പഠിപ്പിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ക്രിസ്തുവിലാണ് സകല അനുഗ്രഹങ്ങളും ഓരോ വ്യക്തിക്കുമുള്ളത് എന്ന കാര്യം നമ്മൾ ഗ്രഹിക്കണം. അങ്ങനെ ഈ ക്രിസ്തുവിലുള്ളതാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് തുടർന്ന് അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുമ്പോൾ ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നപ്പോഴും ഇപ്പോൾ വിശ്വാസത്താൽ ക്രിസ്തുവിലായപ്പോഴും ഇത് തമ്മിലുള്ളതാകുന്ന പ്രധാനപ്പെട്ട വ്യത്യാസമാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. ആ രണ്ട് കാര്യങ്ങൾ ഒന്നിനെതിരായിട്ട് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട്, താരതമ്യം ചെയ്തുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയുകയാണ്.
ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ? ക്രിസ്തുവിലായപ്പോൾ നാം എന്തായി തീർന്നു? ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത്. വാട്ട് വി വർ അണ്ടർ ലോ, നൗ വാട്ട് വി ആർ ഇൻ ക്രൈസ്റ്റ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ ക്രിസ്തുവിൽ നമ്മൾ ആയരായിരിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ കീഴിൽ നമ്മളായിരുന്നപ്പോൾ നമ്മുടെ അവസ്ഥ എന്ത്? ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. അത് വിശദമായിട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വളരെ പെട്ടെന്ന്, വളരെ ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ അവസാനിപ്പിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായിട്ട് ആ കാര്യം വിശദീകരിക്കുന്നില്ല, പറഞ്ഞങ്ങ് പോകാം. ന്യായപ്രമാണത്തിന്റെ കീഴിൽ വിശ്വാസം വരുന്നതിന് മുൻപ്, ക്രിസ്തുവിൽ കൂടെയുള്ളതാകുന്ന രക്ഷ മനുഷ്യന് ലഭിക്കുന്നതിന് മുൻപ് അവന്റെ അവസ്ഥ എന്തായിരുന്നു? ന്യായപ്രമാണത്തിന്റെ കീഴെ നമ്മെ അടച്ച് സൂക്ഷിച്ചിരുന്നു എന്ന് മലയാളത്തിൽ പറയുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വ്യക്തമാണ്. വി വർ ഹെൽഡ് അണ്ടർ ദ ലോ, വി വർ പ്രിസണേഴ്സ്. ബന്ദികളാക്കി നമ്മെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടച്ച് സൂക്ഷിച്ചിരുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണം നീതിയുള്ള, വിശുദ്ധിയുള്ളതാകുന്ന ആ ന്യായപ്രമാണത്തിന്റെ നീതിയുടെ വെളിച്ചത്തിൽ നമ്മെ തന്നെ കാണുമ്പോൾ ദൈവമുൻപാകെ ഭയത്തോടെ നിൽക്കുവാൻ കഴിയുന്ന അവസ്ഥ. രണ്ട്, നമ്മൾ അടിമകളായിരുന്നു. വി വർ സ്ലേവ്സ്. ഈ രണ്ട് കാര്യങ്ങളും മുകളിലത്തെ വാക്യത്തിലും 4-ാം അധ്യായത്തിലും ഈ കാര്യം പറയുന്നുണ്ട്. അടിമകളായിരുന്നു. അതുപോലെ ന്യായപ്രമാണമെന്നുള്ളത് ശിശുപാലകനായി മാത്രമിരിക്കുന്നു. ന്യായപ്രമാണത്തിന് നമ്മെ രക്ഷിപ്പാൻ കഴിയത്തില്ല. എന്നാൽ ക്രിസ്തുവിങ്കലേക്ക് ന്യായപ്രമാണം ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ശിശുപാലകനായി ഭവിച്ചു. എന്നാൽ ഇത് നമ്മുടെ അവസ്ഥയായിരുന്നു പാപത്തിന്റെ കീഴിലായിരുന്നപ്പോൾ, ദൈവമക്കളാകാതെ ഇരുന്നപ്പോൾ നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. എന്നാൽ ക്രിസ്തുവിലായപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് പൗലോസ് ഇവിടെ പറയുന്നതാകുന്ന വിഷയം നാം ദൈവ മക്കളാകുന്നെന്നുള്ളതാണ്. സ്തോത്രം. ആ 26 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നു. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ ക്രിസ്തുവിൽ ദൈവ മക്കളായി തീരുവാനുള്ള ആ വലിയ ഭാഗ്യം ദൈവം നമുക്ക് തന്നു. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. എല്ലാ മനുഷ്യർക്കും ദൈവത്തോട് ബന്ധമുണ്ട്. ഏത് ബന്ധമാണെന്നറിയാമോ? സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിലുള്ള ബന്ധം. സൃഷ്ടികർത്താവിനോട് സകല സൃഷ്ടിയും അക്കൗണ്ടബിളാണ്. ആ സൃഷ്ടികർത്താവും സൃഷ്ടിയും, ക്രിയേറ്റർ ആൻഡ് ദ ക്രിയേറ്റഡ് ബീയിങ് ഓർ ക്രീച്ചേഴ്സ്, സൃഷ്ടികർത്താവും സൃഷ്ടിയുമെന്നുള്ള ബന്ധം സകല മനുഷ്യർക്കുമുണ്ട്. എന്നാൽ ദൈവ മക്കളെന്നുള്ള ബന്ധം ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നവർക്കു മാത്രമേ ഉള്ളൂ എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളൊരു സാമുദായിക സംഘടനയിലോ ഒരു പാരമ്പര്യത്തിലോ നമ്മൾ ആയിരുന്നത് കൊണ്ടോ, നമ്മുടെ മാതാപിതാക്കന്മാർ പാരമ്പര്യമായി ക്രിസ്തു മാർഗത്തിൽ അല്ലെങ്കിൽ ആ ക്രിസ്തു മതത്തിലായിരുന്നത് കൊണ്ടോ ആരും ദൈവമക്കളാകുന്നില്ല. ആരെങ്കിലും നമുക്ക് വേണ്ടി യേശുവിനെ നമ്മുടെ ചെറുപ്പത്തിൽ സ്വീകരിക്കുകയും സാത്താനെ ഉപേക്ഷിക്കുകയും ചെയ്തതുകൊണ്ടും ആരും ദൈവമക്കളാകുന്നില്ല. അവനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. പലർക്കും സംശയമുണ്ടത്. മറ്റൊരാള് നമുക്ക് വേണ്ടി അത് ചെയ്താൽ അങ്ങ് ശരിയാകത്തില്ലേ? ആകുകയില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ മാത്രമുള്ള ബന്ധമാകുന്ന വിവാഹ ബന്ധമെന്ന് പറയുന്നത്, പള്ളികളിൽ വിവാഹ ചടങ്ങുകൾ നടക്കാറുണ്ടല്ലോ.
ഈ മാമോദീസ നടത്തുന്നത് പോലെ വേറെ ആരേലും നിന്ന് ഉടമ്പടിയൊക്കെ അങ്ങ് ചൊല്ലിയാൽ അതങ്ങ് സാധുതയാകത്തില്ലേ? അങ്ങനെയെങ്കിൽ ആകുന്നില്ലല്ലോ. ഈ ഭൂമിയിൽ മാത്രം നിലനിൽക്കുന്ന ഭാര്യാഭർത്തൃബന്ധമെന്നുള്ളത് 2 പ്രായപൂർത്തിയായ തീരുമാനശേഷിയുള്ള, സ്വയമായി നിശ്ചയിക്കുവാൻ അധികാരമുള്ളവർ എടുക്കുന്ന ഡിസിഷനാണ്. അത് ബൈൻഡിങ് ആണെങ്കിൽ എന്റെ പ്രിയരെ, നിത്യമാകുന്ന ബന്ധത്തിലേക്ക് സൃഷ്ടാവാകുന്ന ദൈവത്തോട് മക്കളെന്ന പദവിയിലേക്ക് വരുന്ന ബന്ധവും അതിനുള്ള ഉടമ്പടിയും അതിൽ കുറഞ്ഞതല്ല. വ്യക്തിപരമായി ദൈവവുമായിട്ട് വ്യക്തമായ ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുന്ന ആ നിമിഷം മാത്രമേ ഒരാൾ ദൈവ മകനോ മകളോ ആയി തീരുന്നുള്ളൂ. ബാക്കി എല്ലാവരും സൃഷ്ടികളാ. സൃഷ്ടികർത്താവെന്നുള്ള ആ ബന്ധം അവർക്കുണ്ട്. അതുകൊണ്ട് തന്റെ സകല സൃഷ്ടിയോടും കരുണ തോന്നുന്ന ദൈവം അവർക്ക് ദാനങ്ങളും നന്മകളും ജീവസന്ധാരണത്തിനുള്ള വഴികളും ഒക്കെ ഈ കരുണയുള്ള പിതാവ് നൽകും, നിശ്ചയമായിട്ട് നൽകും. എന്നാൽ ഈ കരുണയുള്ള സൃഷ്ടികർത്താവിന്റെ മക്കളായി തീരുവാനായി യേശുക്രിസ്തുവിലൂടെ ഭാഗ്യം നമുക്ക് ലഭിച്ചതോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആദ്യമേ നമ്മൾ അടിമകളായിരുന്നു, നമ്മൾ ബന്ധനത്തിലായിരുന്നു, നമ്മൾ പിശാചിന്റെ ആ വലിയ അടിമത്വത്തിൽ അവൻ നമ്മുടെ മേൽ വാണ്, അവൻ ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്ത് അവന്റെ വഴികളിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആ ബന്ധനത്തിൽ നിന്നും യേശുക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. ക്രിസ്തു യേശുവിൽ നാം ദൈവത്തിന്റെ മക്കളാകുന്നു. ഹല്ലേലൂയ. ആ സർവശക്തനാകുന്ന ദൈവത്തെ, ഈ സൃഷ്ടികർത്താവിനെ, ഈ വലിയ ദൈവത്തെ, ഇത്ര ഭയങ്കരനാകുന്ന വലിയവനാകുന്ന ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് ഒരു കുഞ്ഞിനുള്ളതാകുന്ന ലാളിത്യത്തോടെ വിളിപ്പാനുള്ള പദവിയും അവകാശവും ദൈവം നമുക്ക്, പാപികളായിരുന്ന നമുക്ക് തന്നതോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നാം എത്ര ഭാഗ്യമുള്ളവരാണ്. ക്രിസ്തുയേശുവിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നു. രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുന്നു, വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. അവിടെ യഹൂദനെന്നോ യവനനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും വ്യത്യാസമില്ല. ദ വൺനെസ്, ദൈവമക്കളായി തീർന്ന ഓരോ വ്യക്തിയും ദൈവ കുടുംബത്തിൽ ഈക്വൽ മെമ്പേഴ്സാണ്. ഒരു സഭയിൽ എനിക്കറിയാം, അവിടെ ഒരാൾ പറഞ്ഞു, ആ പാസ്റ്ററോട് പറഞ്ഞു, ആകട്ടെ പാസ്റ്ററെ കാര്യമൊക്കെ ശരിയാ, അവരുടെ തൊലിയൊക്കെ വെളുത്തിരിക്കുന്നെന്നും പറഞ്ഞോണ്ട് അവരെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരല്ല, അവര് വേറെ ജാതിയാ. അയ്യോ, ഇങ്ങനെയുള്ളതാകുന്ന സ്ഥലങ്ങള് ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നവരുടെ ഇടയിലുണ്ട് എന്നത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖം തോന്നുന്നു. ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. ദൈവമക്കളായി തീരുവാൻ ദൈവം നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ കൾച്ചറോ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനോ ഒന്നും മാറ്റം വന്നെന്നല്ല ഞാൻ പറയുന്നു. അതൊക്കെ അവിടെയുണ്ട്. പക്ഷെങ്കിൽ അതിനെ എല്ലാം കവിയുന്ന ഒരു വലിയ ദൈവ കുടുംബത്തിലെ അംഗങ്ങൾ ഒന്നാകുന്നു എന്നുള്ളതാകുന്ന ആ മഹാഭാഗ്യം. അതുകൊണ്ടല്ലേ കറുത്ത വർഗക്കാരായിരുന്ന രൂഫോസിനെയും അലക്സണ്ടറിനെയും കുറിച്ച് പൗലോസ് പറയുമ്പോൾ ഈ യഹൂദ പ്രമാണി വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാ,
എന്റെ അമ്മ കൂടെയായ അവരുടെ അമ്മയും. നോക്കിക്കേ, കറുത്ത വർഗക്കാരാകുന്ന കുറേനക്കാരനാകുന്ന ശീമോന്റെ മക്കളുടെ അമ്മയെക്കുറിച്ച് താൻ പറയുമ്പോൾ അവൾ എന്റെ അമ്മ കൂടെയാ. പ്രിയമുള്ളവരെ, ദൈവമക്കളെന്നുള്ള ബന്ധം മറ്റുള്ള സകലവിധമാകുന്ന പാരമ്പര്യങ്ങളെക്കാളും വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാസനെന്നോ സ്വതന്ത്രനെന്നോ സ്ത്രീയെന്നോ പുരുഷനോ എന്നോ വ്യത്യാസമില്ല. വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം ഭാഗ്യം തന്നു. നാം ക്രിസ്തുവിൽ ഒന്ന്. ന്യായപ്രമാണം നമ്മളെ മാറ്റി നിർത്തിയപ്പോൾ ന്യായപ്രമാണം യഹൂദനെന്നും ജാതിയെന്നും പ്രധാന വേർതിരിവ് വെച്ചപ്പോൾ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ വേർപാടിന്റെ നടിച്ചുവർ മാറിയിട്ട് എല്ലാവരെയും തന്നിൽ ഒരു പുതു മനുഷ്യനായി സൃഷ്ടിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. ഈ ആശയമാണ്, വേദപുസ്തകത്തിലുള്ള ഈ ആശയമാണ് കാൾ മാർക്സ് ഏകദേശമൊക്കെ താൻ നടപ്പിലാക്കാനായിട്ട് ജഡത്തിന്റെ ശക്തിയിൽ താൻ ശ്രമിച്ചു. കുറച്ചൊക്കെ വിജയിക്കുകയും ചെയ്തു, കുറച്ചൊക്കെ. എന്നാൽ ഞാൻ പലപ്പോഴും ദുഃഖത്തോടെ ഓർക്കുന്ന ഒരു കാര്യം, ജഡത്തിന്റെ ശക്തിയിൽ ആ ആശയങ്ങൾക്ക് മനുഷ്യനെ സ്വാധീനിപ്പാൻ കഴിഞ്ഞിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഉള്ളിൽ വന്ന ദൈവജനത്തിന് ആത്മാവിന്റെ ശക്തിയാൽ ദൈവകൃപയോടെ ഐക്യതയോടെ ഒരുമയോടെ മുന്നേറുവാൻ പലപ്പോഴും കഴിയാതെ ഇരിക്കുന്നത് ഏറ്റവും സങ്കടകരമാണ്. അത് നമ്മൾ മറന്നുപോകരുത്. നാം ക്രിസ്തുവിൽ ഒന്നാകുന്നു. മൂന്നാമത്, നമ്മൾ അബ്രഹാമിന്റെ സന്തതിയാകുന്നു. അബ്രഹാമിന്റെ സന്തതിയാണെന്നെങ്കിൽ നമ്മൾ എന്താണെന്നറിയാമോ? വാഗ്ദത്ത പ്രകാരം അവകാശികളാകുന്നു. ക്രിസ്തുവേശുവിനോട് കൂട്ടവകാശികളായി, ദൈവ ഭവനത്തിലെ മക്കളായി, ദൈവഭവനത്തിലെ സകലതിന്റെയും അവകാശികളാകുവാൻ ദൈവം നമ്മെ വീണ്ടെടുത്തല്ലോ, നമ്മെ വിലയ്ക്ക് വാങ്ങിയല്ലോ. ഇത് ദൈവം എങ്ങനെയാണ് ചെയ്തത്? ദൈവം ചെയ്ത കാര്യം എന്തെന്ന് 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 4 മുതൽ 7 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: കാലസമ്പൂർണത വന്നപ്പോൾ, ഒന്ന്, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. God sent his son, തന്റെ പുത്രനെ അയച്ചു. 2, തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചു. ദൈവം എങ്ങനെയാണ് ഈ അനുഗ്രഹം നമുക്ക് തന്നത്? 1, തന്റെ പുത്രനെ അയച്ചു. 2, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചു. ഈ 2 പ്രധാനപ്പെട്ട വിഷയമാണ് പൗലോസ് തുടർന്ന് പറയുന്നത്. താൻ ഉപയോഗിക്കുന്ന വാക്കും വളരെ ശ്രദ്ധേയമാണ്. കാലസമ്പൂർണത വന്നപ്പോൾ, when the fullness of time had come. ആ ഫുൾനെസ് വന്നപ്പോൾ, കൃത്യസമയം വന്നപ്പോൾ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന സമയം പോലും വളരെ അത്ഭുതകരമാകുന്ന സമയം. അനേക നൂറ്റാണ്ടുകളായിട്ട് മിശിഹായിക്ക് വേണ്ടി കാത്തിരുന്ന യഹൂദജനം കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രതീക്ഷകളൊക്കെ മങ്ങി. അവര് അന്യ ദൈവങ്ങളെ സേവിപ്പാനായിട്ട് പോയി. നാം വായിക്കുന്നു, ബാബിലോണിലേക്ക് പ്രവാസികളായി. മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. എങ്കിലും ദൈവം കരുണ ചെയ്ത് മടക്കി വരുത്തി. വീണ്ടും അവർ കടന്നു വന്നു, ആലയം പണിതു. അങ്ങനെയുള്ളതാകുന്ന കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചു. ഇതിനിടയിൽ പല സംഭവങ്ങൾ നടന്നു. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ ജാതി മുഴുവൻ ഇല്ലാതെയായി പോകുമോ എന്ന ഘട്ടമുണ്ടായി എസ്തേറിന്റെ സമയത്ത്.
മുഴുവൻ കൊന്നൊടുക്കുവാനായി ആരും ശേഷിക്കാതെ എല്ലാറ്റിനെയും കൊന്നൊടുക്കുവാൻ പ്ലാൻ ചെയ്തു. പക്ഷെങ്കിൽ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ, ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് നിർണയിച്ചാൽ, ദൈവത്തിന് തന്റെ പ്രവൃത്തി ചെയ്യുവാൻ ആരുടെയും സഹായം വേണ്ട. അവിടുന്ന് ധന്യനായ ഏകാധിപതിയാണ്. അവിടുന്ന് ഡിസൈഡ് ചെയ്യുന്നത് തക്ക സമയത്ത് അവിടുന്ന് ചെയ്തിരിക്കും. റോമ ഭരണം അതിന്റെ പീക്കിലെത്തിയ സമയം, അറിയപ്പെടുന്ന ദേശമെല്ലാം റോമക്കാരുടെ കീഴിലായിരുന്ന സമയം, അന്യോന്യം റോഡ് മാർഗവും വളരെ അക്കാലത്തെ വളരെ സൗകര്യപൂർവമാകുന്ന ഡേ ടു ഡേ ഫെസിലിറ്റീസ് ഒക്കെ വളരെ ഉണ്ടായിരുന്ന സമയം, ഗ്രീക്ക് സംസ്കാരം പല ഭാഷകൾ സംസാരിച്ചുകൊണ്ടിരുന്നവരെ ഏകദേശം ഒരുമിച്ച് ഒരു കൾച്ചറിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രത്യേക സമയം. ഈ സമയത്താണ് നാം വായിക്കുന്നത്, മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കാലം തികഞ്ഞു, കാലം തികഞ്ഞു, കാല സമ്പൂർണത വന്നു. അങ്ങനെ വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. ദൈവത്തിന്റെ പുത്രൻ എന്നാൽ സ്ത്രീയുടെ സന്തതി. ദൈവത്തിന്റെ പുത്രൻ സ്ത്രീയുടെ സന്തതി. അവിടുന്ന് ദൈവമാണ്, എന്നാൽ അവിടുന്ന് മനുഷ്യനുമാണ്. ദൈവമായ അവിടുന്ന് സകല അധികാരവും അവിടുത്തേക്കുണ്ട്. എന്നാൽ മനുഷ്യനായി തീർന്ന അവിടുത്തേക്ക് മനുഷ്യന്റെ സകല വേദനയും സങ്കടവും അറിയുവാനുള്ള കഴിവുണ്ട്. അവിടുന്ന് ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് വന്നു. ന്യായപ്രമാണം സമ്പൂർണമായി അതിന്റെ നീതി ആർക്കും ചെയ്യാൻ കഴിയാതിരുന്നത് അവിടുന്ന് നിവർത്തിച്ചു. ന്യായപ്രമാണത്തിന്റെ സകല നീതിയും നിവർത്തിയാക്കി. ക്രൂശിലെ മരണത്തിങ്കൽ സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞ് അവിടുന്ന് ജീവനെ വെടിഞ്ഞു. അങ്ങനെ ദൈവം ചെയ്തതിന്റെ ഫലമായിട്ട് വിശ്വസിക്കുന്ന ഏവർക്കും ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചു. എന്താണ് അനുഗ്രഹങ്ങൾ? ഒന്ന്, നമ്മൾ ദൈവമക്കളായി. രണ്ട്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നു. ദൈവം പറഞ്ഞത് നിറവേറി എന്നതിന്റെ തെളിവെന്താ? ഏറ്റവും വലിയ തെളിവ് ഞാൻ പറയാം. നാം ഇന്ന് ദൈവമക്കളായിരിക്കുന്നു എന്നതും നമുക്ക് ഇന്ന് പ്രഭാതത്തിലും നമ്മുടെ അപ്പച്ചന്റെ സന്നിധാനത്തിൽ നമ്മുടെ ആവശ്യങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അറിയിപ്പാൻ കഴിഞ്ഞു എന്നുള്ളതും ജീവിക്കുന്ന ദൈവത്തിന്റെ തെളിവാണ്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ദൈവം പണ്ടുകാലങ്ങളിൽ ചെയ്തെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു എങ്കിൽ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആദ്യം സ്ത്രീയുടെ സന്തതിയായി കാലസമ്പൂർണത വന്നപ്പോൾ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു എങ്കിൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകുമെന്ന വാഗ്ദത്തവും നടക്കാൻ പോകുകയാണ്. യേശു കർത്താവ് മടങ്ങി വരുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നവർ മാത്രം കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടും, അല്ലാത്തവർ തള്ളപ്പെടും. ആകയാൽ ഈ പകൽ സമയം നമ്മെ ഒരു നിമിഷം കൂടെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാം. ദൈവം തന്ന മഹാഭാഗ്യം എത്ര വലുതാണ്! ഏതു സമയത്തും അപ്പച്ചന്റെ സന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുവാനായി, അപ്പാ പിതാവേ എന്ന് വിളിപ്പാനായിട്ട്, ആ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടേതാണെന്നുള്ള തിരിച്ചറിവോടെ അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരുടെ